യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. കുറെ നാളായിട്ട് എൻ്റെ അടുത്ത് ബീഫിന്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ നല്ല ബീഫ് കിട്ടത്തില്ല. ഇത് ഈ ഫ്രീസറിൽ വെച്ച് കുറെ ദിവസങ്ങൾ എത്ര ദിവസം വെച്ചാണെന്ന് നമുക്ക് പോലും അറിയില്ല. അങ്ങനെയുള്ളതാ കിട്ടുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ആയി റെസിപ്പി ചോദിച്ചുകൊണ്ട് മാത്രം ഞാനൊരു 1/2 കിലോ വാങ്ങി. കണ്ടില്ലേ, അത്ര ഫ്രഷ് ഒന്നും അല്ല ഇത്. എങ്കിലും ഇതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ റെസിപ്പി എങ്ങനെ ഞാൻ വെക്കുന്ന റെസിപ്പി പറഞ്ഞു തരാം. ആദ്യം ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബീഫ് കറിക്ക് ടേസ്റ്റ് വരണമെങ്കിൽ അതിന്റെ ലേശം ഫാറ്റ് കൂടെ ഇടണം, കുറച്ച്. എങ്കിലേ ബീഫ് കറിക്ക് ടേസ്റ്റ് വരും. പൊതുവെ അത് കൂട്ടരുതെന്നാണ് പറയുന്നത്. കാരണം വണ്ണം കൂടാൻ ചാൻസ് ഉണ്ട്. അത് കാരണം അധികം ഇട്ടിട്ടില്ല. വെറും 1-2 പീസിൽ മാത്രം ഉള്ളത് ഞാൻ എടുത്ത് കളഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ ഫാറ്റ് ഇടണമെന്ന് പറഞ്ഞ് മൊത്തത്തിലുള്ളത് എടുത്തിടരുത്. കാരണം എത്രയ്ക്കാണേലും നമ്മള് ബീഫ് മേടിക്കുമ്പോൾ അതിൽ എക്സ്ട്രാ അവർ ഇട്ട് തരും. അത് നമുക്ക് കളയാനേ പറ്റത്തുള്ളൂ, വേറെ ഗുണമില്ല. അതിനുശേഷം ഇതിലേക്ക് ഞാനിപ്പോ 1/2 കിലോ എടുത്തേക്കുന്നേ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ മഞ്ഞപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് മഞ്ഞപ്പൊടി, പിന്നെ കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കുക്കറിലാണ് വേവിക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇത് കുക്കറിനകത്ത് ആദ്യം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് ഇത്തിരി കിളുന്ത് ബീഫ്, ഒത്തിരി കട്ടിയില്ല, മുറ്റിയതല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എങ്ങനെയാണെന്നനുസരിച്ച് കുക്കറിൽ വേവോ. കാരണം ബീഫും വ്യത്യാസം വരും, കുക്കറിന്റെ ചൂടും വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വിസിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ 1/4 പരുവം വെന്താ മതി. ഫുൾ വേവുന്നത് വരെ കുക്കറിൽ ഇടരുത്. കാരണം ഇത് നമുക്ക് കുക്കറിൽ നിന്നും മാറ്റി മസാലക്കകത്ത് കിടന്നും വേവണം. അതുകൊണ്ട് 1/4 പരുവം മാത്രം വെന്താ മതി. ഇത് നല്ലതുപോലെ ഇളക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. കുക്കറിൽ ഈ ബീഫ് മാത്രം ഇട്ടാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഈ ബീഫിൽ ഓൾറെഡി വെള്ളമുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്രീസറിൽ കൂടെ വെച്ചതാവുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വെള്ളമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഉള്ള ബീഫ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ സാധാ വേവിക്കുമ്പോൾ കുക്കറിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ അത് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. പക്ഷെ നല്ല മുറ്റിയ ബീഫാണ്, വേവാൻ ടൈം എടുക്കും എന്നുണ്ടെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചോ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ബീഫ് 1/4 വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ കുക്കറിൽ വേവിക്കുമ്പോൾ ആദ്യം തുറന്നു നോക്കിയിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും അടച്ചു വെച്ച് വീണ്ടും വേവിക്കണേ. ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ ചട്ടി വെക്കും. എന്റെ ഈ ചട്ടിയില്ല, അതുകൊണ്ട് ഞാനൊരു കടായി വെച്ചു. ബീഫ് കറിക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കടുവറക്കാനെങ്കിലും വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. അപ്പൊ ഞാനിപ്പോ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ആദ്യം ഞാൻ ചെയ്യുന്നത് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റാ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇതിനകത്തെ തേങ്ങാക്കൊത്ത്. അപ്പൊ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഞാനിത് അരിഞ്ഞേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം ഞാൻ ഇങ്ങനെ എന്റെ വീട്ടില് ഇങ്ങനെ ഇച്ചിരി വലുതായിട്ടാ അരിഞ്ഞിടുന്നേ. അത് നമുക്ക് ഒന്ന് തിന്നാൻ ഇച്ചിരി വേണം, ഒരു വലിയൊരു പീസ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വലുതായിട്ട് ഇടണമെന്നില്ല, ചെറുതായിട്ട് ഇട്ടാൽ മതി എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരിച്ചിരി മധുരമുള്ള തേങ്ങയാണെങ്കിൽ ടേസ്റ്റ് കൂടും. അത്ര ശ്രദ്ധിക്കണേ. ഇതിപ്പോ ഇങ്ങനെ അല്ലാതെ വേണമെങ്കിൽ ഈ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇട്ടും ചെയ്യാം. പക്ഷെ കറക്റ്റ് പരുവം അറിയാത്ത, കുക്കിംഗ് അധികം അറിയാത്ത പിള്ളേരാണെങ്കിൽ അത് അവർക്ക് പരുവത്തിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതല്ല നിങ്ങൾ ഒരുമിച്ചാണ് ഇടുന്നതെങ്കിൽ ആദ്യം സവാള ഇട്ട് അതൊരു പകുതിയാവുമ്പോൾ ഈ തേങ്ങാക്കൊത്തൂടി ഇട്ട് നല്ല പരുവത്തിന് മൂപ്പിച്ചെടുത്താലും മതി. അപ്പൊ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്ന് മൂക്കട്ടെ. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ ചുമന്നിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. കോരി വേറൊരു പാത്രത്തിലോട്ട് എടുക്കാമേ. ഇനി നമുക്ക് ബാക്കിയുള്ള നോർമൽ പ്രോസസ്സിങ് ചെയ്യാം. ഞാൻ കൊച്ചുള്ളി ഇതിന് ഒരു പാത്രം നിറച്ചില്ല. ഇത് മൊത്തം കൊച്ചുള്ളിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഇനി കൊച്ചുള്ളി നിങ്ങളുടെ ഈ കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത്ര എടുക്കാം.
ഉള്ളി അരിഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ദേ വലുതായിട്ട് തന്നെ ഇട്ടേക്കുന്ന ചെറിയ ചെറിയ ഉള്ളികൾ ഞാൻ കട്ട് ചെയ്യാതെ അതുപോലെ തന്നെ ഇട്ടേക്കുക. വലുത് രണ്ടായിട്ട് ഒന്ന് കീറിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഉള്ളി ചെറുതായിട്ട് യാതൊരു കാരണവശാലും അരിയരുത് ബീഫ് കറിക്ക്. ഈ ചെറിയ ചെറിയതൊക്കെ ഒട്ടും കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ മുഴുവനെ ഇട്ടാ മതി. അപ്പോ ഇതിന് ഇത്രയും കൊച്ചുള്ളി, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് സവോള, 2 മീഡിയം സൈസ് സവോള. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ സവോള ഇത്ര എടുക്കാം, അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ സവോള ഒരെണ്ണം എടുത്താലും മതിയാവും. ക്ലിയർ ആയേ? പിന്നെ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി. ഇത് ചെറുതും വലുതുമായിട്ട് ഒരു 20 വെളുത്തുള്ളി ഉണ്ട്. വെളുത്തുള്ളിയും കണ്ടോ എടുത്തേക്കുന്നേ? ഒത്തിരി വലുതായിട്ടും അല്ല ഒത്തിരി ചെറുതായിട്ടും അല്ല, ആ പരുവത്തിന് കീറിയിട്ടേക്കുക. പിന്നെ ഇഞ്ചിയും ദേ നീളത്തില് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നേ, ഇങ്ങനെ തന്നെ അരിയണേ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളി. പിന്നെ കറിവേപ്പില അത് ആവശ്യത്തിന്, അറിയാമല്ലോ ഞാൻ കറിവേപ്പില കുറച്ച് കൂടുതൽ യൂസ് ചെയ്യും. പിന്നെ മസാലകള് ഞാൻ അതിന്റെ കറക്റ്റ് ഇടുന്ന സമയത്ത് പറയാം. ആ എണ്ണ തന്നെയാ, ഞാൻ എക്സ്ട്രാ എണ്ണ ഒഴിച്ചിട്ടില്ല. നമുക്കിതിലേക്ക് ഉള്ളി ഇടാം. ബീഫ് കറി കൊച്ചുള്ളി മാത്രം ഇട്ട് വെക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവര് അങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പൊ എന്റെ അത്രയും ഉള്ളി ഇല്ലാഞ്ഞുകൊണ്ടാ ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നേ. ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പച്ച കെട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, കാരണം ബീഫ് കറിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വേണേ. വെളുത്തുള്ളി ഇനി ഇത് നന്നായിട്ട് വഴലണം. കുറച്ച് കറിവേപ്പില കൂടി ഇടുവാണേ. നമ്മുടെ ഉള്ളി ഏകദേശം പരുവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആ തക്കാളി ജസ്റ്റ് ഒന്ന് ഇച്ചിരൊന്ന് വേവട്ടെ. തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇടാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ സ്പൂണിന് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അത്രയും എടുത്തേക്കുന്നത്. നമ്മള് കുരുമുളകും ഇച്ചിരി ഇട്ടാണ് ആദ്യം ബീഫ് വേവിച്ച് വെച്ചേക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ മസാലയുടെ പച്ചമണം ഒന്ന് മാറണേ. മസാല നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്നുള്ള ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം. ഞാൻ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ലേശം ഒന്ന് തിന്നു നോക്കണേ ഉപ്പൊക്കെ ഉണ്ടോന്ന്. അതിന് ഉപ്പുണ്ടെങ്കിൽ അതിന്റെ പരുവത്തിന് നമുക്ക് ഈ ഗ്രേവിക്കകത്ത് ലേശം ഉപ്പ് ചേർക്കണം. ഒത്തിരി ചേർക്കണ്ട, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർക്കാം. കാരണം ഈ ബീഫിനകത്തുള്ള ഉപ്പ് ഇറങ്ങും. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് ഇളക്കാം. ഇങ്ങനെ ഗ്രേവി അല്ലാതെ ഡ്രൈ ആയിട്ട് വെക്കാനാണെങ്കിൽ ഇത്രയും സവാള ഇടല്ലേ. ആ കൊച്ചുള്ളി ആദ്യം എടുത്തില്ലേ, അത്രയും മാത്രം മതി. ഇനി നമുക്ക് ലേശം കറിവേപ്പില കൂടി ഇട്ട്, ഇതാ കറിവേപ്പിലയുടെ തണ്ട്, അത് നിർബന്ധമില്ല, ഞാൻ ഇട്ടെന്നും പറഞ്ഞ് അതൊരു ഇച്ചിരി മണവും ഇടയ്ക്കൊക്കെ അതൊന്ന് കിടക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതാ, അതിനു വേണ്ടി ഇട്ടതാ. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, കാരണം നമ്മള് ബീഫ് ഓൾറെഡി വെന്തതാ. ഇച്ചിരി കൂടെ ഒന്ന് വെന്താ മതി. അപ്പൊ മസാല കിടന്ന് പിടിക്കാനും അതിനു വേണ്ടി മാത്രം വെള്ളം ഒഴിക്കാവേ. കാരണം അതെല്ലാം ഉള്ളിക്കകത്തൊക്കെ ആ മസാല കിടന്ന് പിടിച്ച് നല്ലോണം ഒന്ന് പരുവാവണം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. മീഡിയം തീയിലിട്ടാ മതിയേ. ഇപ്പൊ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് അടുക്കി പിടിക്കുന്നൊക്കെ ശ്രദ്ധിച്ചോണേ.
നല്ലതുപോലെ തിളച്ചു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഗരം മസാല ഞാൻ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ, ഞാൻ നേരത്തെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് ഇടുന്നേ. ഇപ്പൊ ഇതിനൊരു 1.25 ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇടാമേ. ഗരം മസാല ഇട്ടപ്പോ നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ ഒന്ന് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തോണേ. ഞാനൊന്ന് നോക്കട്ടെ ഉപ്പ് പരുവമാ. ഇനി ഇത് കുറച്ചുകൂടെ നല്ലപോലെ പറ്റണം. കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ മസാല പിടിച്ച് നല്ല പരുവമായിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഗ്രേവി വേണം, ഞാൻ ഇത്ര ഇടും. ഇനി കുറച്ചുകൂടെ ഒന്ന് കുറുകും ഇത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോ ഇതേ നല്ലതുപോലെ ഈ പരുവത്തിന് ഞാൻ ഓഫ് ചെയ്യുക. പിന്നെ ഞാൻ ഗരം മസാല കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ കണക്ക് പറയുവാണെങ്കിൽ ദേ മൊത്തത്തിൽ ഈ ടീസ്പൂണിന് 2.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉപ്പും ഒക്കെ കറക്റ്റ് ആണോന്ന് എരിയൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല പരുവ ഉപ്പ്. എരി ഇച്ചിരി കൂടുതലാ. നിങ്ങൾക്ക് ഇത്ര എരി വേണ്ടാന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറയ്ക്കാം ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും. അതല്ല സാധാ ഒരു എരി കൂട്ടുന്നവർക്കാണെങ്കിൽ ഇത്ര എരി കറക്റ്റാ. ഇനി നമുക്ക് കടുക് താളിക്കണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്ന, വെളിച്ചെണ്ണയിൽ കടുക് ഇറക്കുന്നതാ ടേസ്റ്റ്. ബീഫിന് കടുക് ഇടുമ്പോൾ കുറച്ച് കൂടുതൽ കടുക് ഇടണേ. ബീഫിന് കടുക് കൂടുതലാ വേണ്ടേ. നല്ലപോലെ പൊട്ടി. ഇനി നമുക്കിതിലേക്ക് കൊച്ചുള്ളി, ലേശം കറിവേപ്പില, പിന്നെ ലാസ്റ്റില് ലേശം ഗരം മസാല കൂടി ഇട്ട് ഇളക്കി നമുക്ക് അടച്ചു വെക്കണം. അതൊരു മണം നിൽക്കാൻ വേണ്ടിയാണ്. ഉള്ളി കരിഞ്ഞു പോകാതെ എടുക്കണം. ഇനി നിങ്ങൾക്ക് എരി കുറവാണ്, നിങ്ങളുടെ ക്വാണ്ടിറ്റി ചിലപ്പോൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എരി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കടുക് വറക്കുന്നതിനകത്ത് മുളക് പൊടി ചേർത്ത് ഇളക്കി വെക്കാം. ഇതിപ്പോ മൂത്തിട്ടുണ്ട്. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ അത്രയും ഗ്രേവി ഇട്ടെടുത്താൽ അത് പറ്റുമെന്ന്. ഇപ്പൊ ഈ കടുക് വറുത്ത സമയം കൊണ്ട് കണ്ടോ പറ്റിയത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അടച്ചു വെക്കാം. സോ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി, ഞാൻ മറുപടി തരാം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.